ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്താണ് അരൂക്കുറ്റി പഞ്ചായത്ത്. അവിടെയാണ് ആരോഗ്യവകുപ്പിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനായിരുന്ന രാജേന്ദ്രബാബു താമസിക്കുന്നത്. സ്വന്തം വീട്ടുവളപ്പിൽ ഇപ്പോൾ വളരെ മാതൃകാപരമായ ഒരു സമ്മിശ്ര കൃഷിത്തോട്ടം നടത്തുന്നതിൽ അദ്ദേഹം തികച്ചും വിജയിച്ചിട്ടുണ്ട്. പശുക്കളും ആടുകളും കോഴികളും താറാവും എന്തിന് ഒട്ടനവധി ജീവികളും കൂടാതെ എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും എല്ലാം ഒത്തിണങ്ങുന്ന ആ കൃഷിഫാം വളരെ വലുതൊന്നുമല്ലെങ്കിലും വളരെ മാതൃകാപരമാണ്. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഈ ആഴ്ചയിൽ. ഏവർക്കും സ്വാഗതം. ബാബു ആടിൻ്റെ പരിചരണത്തിലാന്ന് തോന്നുന്നു. അതെ സാർ. ഇത് TS മിഷൻ, ഞങ്ങളുടെ ലോക്കൽ കോർഡിനേറ്ററാണ്, കൃഷി ഓഫീസറായിരുന്നു. അറിയാമല്ലോ. കഞ്ഞിക്കുഴി മിഷൻ്റെ ഒരു പ്രധാന സ്ഥലമാണ്. എത്ര ആടുണ്ട് ഇപ്പോഴേ? 2 ആട് ഇവിടെ ഉണ്ട്. പെണ്ണ് ഒരു മുട്ടനാടുണ്ട്. പിന്നെ വേറെ യൂണിറ്റ് ഉണ്ട്. അവിടെ 10 ആടുണ്ട്. എല്ലാം ജമുനാപാരി തന്നെ? അല്ല, മലബാറിയുണ്ട്, ജമുനാപാരി. മലബാരിയുണ്ട്, ജമുനാപാരി. ഏതാണ് അനുഭവത്തിൽ ബെറ്ററായിട്ട് തോന്നുന്നത്? അത് ജമുനാപാരിക്ക് കൂടുതൽ പാല് കിട്ടും. 3 ലിറ്റർ പാൽ കിട്ടുന്ന ആടുവരെ ഉണ്ടായിരുന്നു. പക്ഷേ മലബാരി ആകുമ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങൾ കൂടുതൽ പ്രസവങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ ബാബു ആട് തുടങ്ങിയിട്ട് എത്ര കാലമായി? 2 വർഷം. 2 വർഷം. പശു എത്ര ഉണ്ട്? പശു 5 2. വേറെ സാധനങ്ങൾ എന്തൊക്കെയുള്ളൂ? ഒരുപാട് ജീവികളെ കാണുന്നു. കോഴിയുണ്ട്, പട്ടിയുണ്ട്. മീൻ വളർത്തുന്നുണ്ട്, മണ്ണിര കമ്പോസ്റ്റ്. മീൻ അലങ്കാര മത്സ്യമാണോ? അലങ്കാരം ഗപ്പി മത്സ്യമാണ്. ഗപ്പി മത്സ്യം കൂത്താടികളൊക്കെ തിന്നുന്നു. പിന്നെ കരിമീനുണ്ട്. കരിമീനുണ്ട്, മണ്ണിര കമ്പോസ്റ്റ്. എല്ലാ സ്ഥലവും കൃഷിയുണ്ട്. വാഴ, തെങ്ങ്, കവുങ്ങ് എല്ലാം ഉണ്ട്. ഇല്ലേ? കുറേ 10 ദിവസം. അത് ശരി. അതിന് കുഞ്ഞുങ്ങളെ കിടക്കുന്നത്. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. നല്ല രസമുള്ള. ചെവിയുടെ നീളവും അതുപോലെ ഈ മൂക്കിൻ്റെ ഈ വളവും. ഓ, ശരിക്കും അറിയാൻ പറ്റും ഇല്ലേ? വളരെ അപൂർവ സാധനമാണ്, ഭയങ്കര ഡിമാൻഡുമാണ്. അറിയാമല്ലോ. അതെ 7 പോലെ. അതെ. പൊട്ടിക്കാടുന്ന മുട്ടൻ്റെ കുഞ്ഞാണോ? അതെ. ബാബുവിന് എത്ര പശുക്കളാണുള്ളത്? 5 പശുക്കളുണ്ട്. 5 പശുക്കളുണ്ടല്ലേ? ഒരു സംയോജിത കർഷകൻ എന്ന നിലയിൽ പശുക്കള്, ആട്, പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? കോഴികളുണ്ട്, കരിമീനുണ്ട്, മത്സ്യം വളർത്തൽ, കരിമീൻ, ഗപ്പി മത്സ്യമുണ്ട്, പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. നമ്മളുടെ കൃഷിക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. പുറത്തുനിന്ന് വളങ്ങളൊന്നും വാങ്ങിക്കാറില്ല. 72 സെൻറ്റ് സ്ഥലം. ഇപ്പോൾ ഉള്ളത് പ്രധാനമായിട്ട് തെങ്ങ്, വാഴ, കവുങ്ങ്, പിന്നെ പുൽകൃഷിയുണ്ട്. കാലികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുൽകൃഷി. പിന്നെ അത്യാവശ്യം ചീര, പച്ചക്കറികൾ, വെണ്ട, വഴുതന, അതുപോലുള്ള പച്ചക്കറികളെല്ലാം ഉണ്ട്. പശുവിന് വേണ്ടിയിട്ട് മാത്രം, ആഹാരമായിട്ട് മാത്രം. പുൽകൃഷി ഒരു 30 സെൻറ്റ് സ്ഥലത്തെ പുൽകൃഷിയുണ്ട്. പശുവിന് പുല്ലൊന്നും വിലയ്ക്ക് വാങ്ങിക്കാറില്ല. പിന്നെ കച്ചി കൊടുക്കും. രണ്ടും കൂടെ മിക്സ് ചെയ്ത്. അതെ. ഈ കാലിവളം ഒന്നും വാങ്ങിക്കാറില്ല. ഈ കാലിവളം തന്നെയാണ്.
സംയോജിത കർഷകർ ഇന്റഗ്രേറ്റഡ് ഫാർമറുടെ പ്രധാനമായ ലക്ഷ്യം തന്നെ അതാണ്. പുറമേ നിന്ന് വളമൊന്നും വാങ്ങാതെ പിന്നെ വളം കൊടുക്കുന്നുണ്ട്, ഞാൻ വിൽക്കുന്നുണ്ട്. ചാക്കിൽ ആക്കി വെച്ച് മണ്ണിര കമ്പോസ്റ്റ് വിൽക്കുന്നുണ്ട്. മറ്റു രാസവളങ്ങളൊന്നും ഒന്നും ഉപയോഗിക്കാറില്ല. എന്താണ് ഇങ്ങനെ ഒരു സംയോജിത കൃഷിയിലേക്കും ഒക്കെ തിരിയാനുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, റിട്ടയർ ചെയ്തിട്ട് ഒരു വർഷമായി. ഈ കൃഷിയിലേക്ക് പ്രവേശിക്കാൻ അച്ഛനൊരു കർഷകനായിരുന്നു. അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന കൃഷികളിലാണ് ഇതെല്ലാം. തീറ്റി എന്തൊക്കെയാണ്? ക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ആടിന് സാധാരണ പുല്ല് തന്നെയാണ് കൊടുക്കുന്നത്. കൂടുതലായിട്ട് പശുവിന് കൊടുക്കുന്ന പുല്ല് തന്നെ അരിഞ്ഞു കൊടുക്കും. പിന്നെ പ്ലാവില കൊടുക്കും, ആഞ്ഞിലിയുടെ ഇല കൊടുക്കും, പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല കൊടുക്കും. ഇല്ല, എല്ലാം ഇവിടെ ഉള്ളത് മാത്രം. ഇല്ല, വാങ്ങൂല. പാലിപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുകയാണ് കൂടുതലും. പിന്നെ ജമുനാപ്പാര് 3 ലിറ്ററൊക്കെ കിട്ടണമെങ്കിൽ കറന്ന് നമ്മൾ കൊടുക്കും. കുട്ടി കുടിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നല്ല വളർച്ച കിട്ടും. കുട്ടിയെ നമ്മൾ വളർത്തുകയാണോ ചെയ്യുന്നത്? വളർത്തി വിൽക്കും. സാധാരണ ഇതിലൊരു ആട്ടിൻകുട്ടിയെ നമ്മൾ വിൽക്കാൻ ഏത് സമയത്താണ്? എത്ര മാസം പ്രായമാണ്? ഒരു 4 മാസം ആകുമ്പോൾ. 4 മാസം ആകുമ്പോൾ കൊടുക്കും. വാങ്ങുന്നതിനായിട്ട് ആൾക്കാർ ഉണ്ടാവും. എത്ര രൂപയാണ് വിലയെന്ന് ചോദിക്കുന്നില്ല, വിലയായിരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെ ആളുകൾ അറിയട്ടെ. എത്ര രൂപയാണ് ഒരു ആട്ടിൻകുട്ടിക്ക്? നമ്മൾ സാധാരണ 6000 രൂപയെങ്കിലും വില വരും. 6000 രൂപയ്ക്ക് വില വരും. ഇത് ജമുനാപ്പാരി വിഭാഗത്തിൽപ്പെട്ടൊരു മുട്ടനാടാണ്. ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇതിൻ്റെ സർവീസൊക്കെ നടത്തുന്നുണ്ട്. നമ്മളുടെ ആടുകൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. പുറമേ ഒന്നും ഇല്ല. ഇതിന് തീറ്റ ഇതിനകത്ത് കൊടുക്കും. പുഷ്ടി അതുപോലുള്ള ഇലകളല്ല ഇതിനകത്തിട്ട് കൊടുക്കും. പുഷ്ടി മാത്രമേ കൊടുക്കുള്ളൂ. വാങ്ങിക്കൊടുക്കുന്നത്. അതെ. കാഷ്ടമല്ല അടിയിലേക്ക് വീണു. നല്ല വളമാണ്. അത് ആഴ്ചയിലൊരിക്കൽ ഇതിങ്ങോട്ട് വലിച്ചു നീക്കും. അടിയിൽ നിന്ന് മാറ്റും. മാറ്റിയിട്ട് മണ്ണിര കമ്പോസ്റ്റിലേക്ക് ഇടും. ആദ്യം കൊണ്ട് വേറെ അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നീട് ടാങ്കിലേക്ക് ഇടും. നമുക്കത് കാണാം. സംയോജിത കർഷകന്റെ വിജയം എന്ന് പറയുന്നത് ഇതുപോലൊരു മണ്ണിര കമ്പോസ്റ്റും കൂടിയാണ്. ഇപ്പോൾ വളരെ നല്ലൊരു മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രാവശ്യം എന്തുമാത്രം മണ്ണിര കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? ഇപ്പോൾ ഇതിനകത്തൊരു 3 ടണ്ണോളം വരും. കിടപ്പുണ്ട്. ഇതെടുത്ത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് 70 സെൻറ്റിമീറ്റർ. ഇതൊരു വാട്ടർ ബെൽറ്റാണിത്. ചുറ്റിനും ഉറുമ്പൊന്നും കയറാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എലി അതുപോലുള്ള സാധനം നല്ല സുരക്ഷിതമായി മണ്ണിരകൾക്ക് വളരാൻ പറ്റിയതാണ് ഈ ചുറ്റിനുമുള്ള ഈ വാട്ടർ ബെൽറ്റ്. അപ്പം ഇത്ര ഭംഗിയായിട്ടൊരു പണിതല്ലോ. അപ്പം ഇതിന് എന്തൊക്കെ സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ഇവിടെ നിന്നെല്ലാം ലഭിച്ചിട്ടുണ്ട്? കൃഷിഭവനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാരൊക്കെ ഇവിടെ വന്ന് കണ്ടു, സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി ഒന്ന്, അപ്പോൾ താങ്കൾ ചെയ്യുന്ന രീതി, ഇപ്പോൾ ഉണ്ടാക്കുന്ന പല ആൾക്കാരും പലതരത്തിൽ ഉപയോഗമുണ്ട്. താങ്കൾ അത് ഇത്ര ഭംഗിയായി ഈ മണ്ണിര കമ്പോസ്റ്റിന്റെ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് ചെറുതായിട്ട് വിവരിക്കാം. ഇതിന്റെ വാട്ടർ ബെൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഘടകം. അത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൽ നല്ലൊരു ലെയർ വെള്ളം ഉണ്ടായിരിക്കണം. വെള്ളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കൂത്താടികൾ വളരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഗപ്പി മത്സ്യങ്ങളിട്ട് അത് പരിഹരിക്കുക. പിന്നെ ബയോ വേസ്റ്റുകളെല്ലാം, ചാണകം, മറ്റ് വൈക്കോലിൻ്റെ പൊടി, ആടിൻ്റെ കാഷ്ടം, മറ്റ് അവശിഷ്ടങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ആദ്യം ഈ കുഴിയിൽ നിക്ഷേപിക്കും. ഫസ്റ്റ് പുറത്ത് ഓപ്പണായിട്ട് ഇതിൽ നിക്ഷേപിക്കും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒന്ന് മൂടിയിട്ടാൽ മതി. ഒരു ടാർപോള വെച്ചൊന്ന് മൂടിയിട്ടാൽ മതി. മഴ ഇല്ലാത്ത സമയമാണ് ഇങ്ങനെ. മഴ ഉള്ള സമയത്താണെങ്കിൽ അത് നേരത്തെ ഇങ്ങോട്ട് ഇടുകയും ചെയ്യാം. 2 ബയോഗ്യാസ് പ്ലാന്റ് കാണുന്നുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. എന്താണത്? 2 തരം. ഇത് ഫിക്സഡ് ആണ്. ഞാനൊരു 12 വർഷം മുമ്പ് പിടിപ്പിച്ചതാണ്. 2 മണിക്കൂർ ഗ്യാസ് കിട്ടും.
ഇതിനിടയിൽ ഒരു മെയിൻ്റനൻസിന് വന്നിട്ടില്ല. ആ ട്യൂബ് മാത്രം ഒന്ന് മാറ്റിയടയ്ക്കും. അതിൻ്റെ വേറെ ഒരു മെയിൻ്റനൻസ് ആവശ്യം വന്നിട്ടില്ല. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. 12 വർഷം പഴക്കമുണ്ട്. 12 വർഷം പഴക്കമുണ്ട്. പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസോ അങ്ങനെയുള്ള ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കും. ഇങ്ങനെ ചലിക്കുന്നുണ്ടെന്ന് നോക്കും, ഒന്ന് ക്ലീൻ ചെയ്യും. ഇത് പോർട്ടബിൾ പുതിയതായിട്ട്. എത്ര ആളായി ഇത് വെച്ചിട്ടൊരു 4 മാസമേ ഉള്ളൂ. 4 മാസമായി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്യാസ് കിട്ടും. ഗ്യാസ് മറ്റ് LPG എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് പ്രശ്നമല്ല. പിന്നെ ഇതിൻ്റെ സ്ലറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് വിളകൊക്കെ ഒഴിക്കുന്നതിന് വളരെയധികം നല്ല ലൈറ്റ് ആയിട്ടുള്ളത്. ഇതിനകത്ത് വെള്ളവും കൂടെ ചേർത്ത് എന്തുമാത്രമാണ് അതിൻ്റെ അളവ് ചേർക്കുന്നത്? 5 ഇരട്ടി വെള്ളം ചേർക്കണം. നമ്മൾ സാറിന് 1 ലിറ്റർ ബയോഗ്യാസ് സ്ലറി എടുത്താൽ 5 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. എന്നിട്ട് നമ്മുടെ പച്ചക്കറികൾ എല്ലാ വിളകൾക്കും ഒഴിക്കും. അപ്പോൾ വാതകം മാത്രമല്ല വളവും കിട്ടുന്നു. പിന്നെ പരിസരം ശുചിയായിരിക്കും. ഇതിലേക്ക് ചാണകം അല്ലാതെ വല്ല എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ ഇതിലേക്ക് ഇടുന്നുണ്ടോ? എല്ലാ ബയോവേസ്റ്റും ഇടാം. അടുക്കള മാലിന്യങ്ങളും എല്ലാം ഇടാം. മുമ്പ് പറഞ്ഞാൽ നമ്മുടെ ആട്ടിൻ കാഷ്ടം എല്ലാം ഇടാം. കോഴിവളം, ചാണകം ഏത് വേണമെങ്കിലും ഇടാം. കോഴി ഞങ്ങളുടെ ഫാർമേഴ്സ് ക്ലബ്ബിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയതാണ്. ഒരു 30 കോഴികളെ തന്നു. അങ്ങനെ അതിനോടൊരു താല്പര്യം തോന്നി. പിന്നെ ഞാനൊരു 100 കോഴികളെ കൂടെ വാങ്ങിച്ചു. ഈ ക്രിസ്മസ് സീസണ് എൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു 55 പൂവൻ കോഴികളെ വാങ്ങിച്ചുകൊണ്ട് പോയി ഇറച്ചിക്ക് വേണ്ടിയിട്ട്. ഒരു 3 മാസം പ്രായമേ ഉള്ളൂ. ഏതെല്ലാം ഇനം കോഴി? ഇത് ഗിരിരാജനുണ്ടായിരുന്നു, ഗ്രാമപ്രിയ ഉണ്ടായിരുന്നു. അതിൽ പൂവൻ കോഴികൾ പെട്ടെന്ന് വളർച്ച കിട്ടി. അതിനെല്ലാം ഈ ക്രിസ്മസ് സീസണിൽ കച്ചവടമായി. ബാക്കി ഇപ്പോൾ ഉള്ളതെല്ലാം പിടക്കോഴികളാണ്. മുട്ടയ്ക്കും ഇറച്ചിക്കും പറ്റിയ കോഴികളാണ്. അതിൽ പൂവൻ കോഴികൾ കൂടുതൽ വളർച്ച കിട്ടും, പെട്ടെന്ന് വളർച്ച കിട്ടും. ഇടയ്ക്ക് ഞാൻ ഈ പുൽത്തോട്ടത്തിലേക്ക് വിടും ഇതിന്. അപ്പോൾ തീറ്റ ചിലവ് കുറച്ച് മതി. അപ്പോൾ അതിനകത്തിട്ടിരിക്കുന്ന വളങ്ങളെല്ലാം ചിക്കി അതിനകത്തുള്ള പ്രാണികളെല്ലാം തിന്നും. ഒരുപാട് സമയം നമ്മൾ അതിനകത്ത് മേയാൻ വിട്ട് കഴിഞ്ഞാൽ ശല്യം ചെയ്യും, ചെടിക്ക് നാശം വരും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറ്റും. ഇടയ്ക്ക് ഓരോ ദിവസങ്ങളിൽ വിടുന്നു. ഇതിന് ഭാഗമായ ഒരു കൂടും താങ്കൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതെ. ഇതിൻ്റെ മുകളിൽ വൈക്കോലിടാനായിട്ട് പശുവിനുള്ള വൈക്കോല്. അപ്പൊ അതിന്റെ പൊടികളെല്ലാം താഴെ വീണു കോഴിയുടെ ഇതെല്ലാം വളം. ഇപ്പൊ ഈ കോഴി വളമാണ് ഏറ്റവും പ്രധാനം.
ഇത് അറക്കപ്പൊടിയും വൈക്കോൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണിത്. ഇത് കോഴി ചിക്കി എല്ലാം റെഡിയാക്കിക്കോളും. അത് അവസാനം വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കോഴിവളം ചെടികൾക്ക് കൃഷികൾക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട്. കോഴിയുടെ തീറ്റക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? തീറ്റക്രമം പിന്നെ ചെറിയ പ്രായത്തിൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ തീറ്റയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഗോതമ്പ് തവിട്, ഉഴുന്ന് തവിട്, അരി ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കും. അത് ആ പാത്രത്തിലിട്ടേക്കും. അത് ആവശ്യത്തിനനുസരിച്ച് കഴിച്ചോളും. പിന്നെ ചില സമയങ്ങളിൽ തോട്ടത്തിലേക്ക് വിടും. അവിടെ അത് നടന്ന പ്രാണികളെയും ചാണാനെല്ലാം ഫ്രീ ആയിട്ട് കുറച്ച് സമയം വിടും. അതൊരാഴ്ചയിൽ 2 ദിവസമെങ്കിലും വിടും. അങ്ങനെ വെള്ളം കൊടുക്കും. വെള്ളം ഒരു പാത്രത്തിൽ അവിടെ വച്ചിരിക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് കുടിക്കാം. എല്ലാ ദിവസവും രാവിലെ അത് മാറ്റി പുതിയ വെള്ളം. ഇതിൻ്റെ കോഴി വളത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ വളം ശേഖരിക്കുന്നത്? നമ്മുടെ ഈ കോഴിക്കൂട്ടിൽ നിന്ന് ഒരു കൂട്ടിൽ നിന്ന് കോഴിയെ വേറെ കൂട്ടിലേക്ക് മാറ്റും. ഇടയ്ക്ക് സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ വെച്ച് കവർ ചെയ്തിട്ട് ഇത് 2 അറകളായിട്ടാണ്. 2 അറകളായിട്ട് ഇപ്പുറത്തേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് അവിടെ ക്ലീൻ ചെയ്യും. അതല്ലെങ്കിൽ രണ്ടിനെയും കൂടെ പുൽത്തോട്ടിലേക്ക് വിട്ടിട്ട് ആ സമയത്ത് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഡ്രൈനേജ് ഉണ്ട്. ഈ ഡ്രൈനേജിലൂടെ വെള്ളം ഔട്ടറിലേക്ക് പൊക്കോളും. ആ വിധത്തിൽ വളരെ ക്ലീൻ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത്, പാത്തി കൊടുക്കുന്നത്. എന്തുമാത്രമുണ്ട് ഈ കുളം? 5 സെന്റ് ഉണ്ട് സാർ. എന്തൊക്കെ മത്സ്യങ്ങളാണ് കരിമീനാണ് കൃഷി രീതിയിൽ വളർത്തുന്നത്. പിന്നെ ഗപ്പി മത്സ്യങ്ങളെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ മത്സ്യം, കൊതുകിൻ്റെ കൂത്താടുകളെ തിന്നുന്ന മത്സ്യം. എന്താണ് ഗപ്പിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? അത് ഈ കൊതുക് മുട്ടയിട്ട് കൂത്താടുകൾ പെരുകുന്ന ഒരു സാഹചര്യം എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അതാവുന്നത്ര കുറയ്ക്കുക എന്നുള്ളതാണ്. അതെ, അതിവിടെ ബയോഗ്യാസ് ടാങ്കിൻ്റെ സൈഡിൽ, മണര കമ്പോസ്റ്റ് ടാങ്കിൻ്റെ വാട്ടർ ബെൽറ്റിൽ, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇട്ടുണ്ട്. അപ്പുറത്തെ കുളത്തിൽ ഇത് പെരുകല്ലേ? ഇത് അധികമാകുമ്പോൾ ഇത് വിൽക്കുമോ? ഇത് ആവശ്യക്കാർ വേണമെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ടോ? അതിലിപ്പോൾ ആരോഗ്യ വകുപ്പിലായിരുന്നല്ലോ ജോലി. അതുകൊണ്ട് ഈ കൊതുക് നിവാരണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ ഇത്? അതെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇത് പ്രചരിപ്പിക്കാൻ കഴിയും. എല്ലാ ജലാശയങ്ങളും വലിയൊരു വിഷയമാണല്ലോ എല്ലായിടത്തും. നമുക്ക് ഇതിന്റെ വളർത്തൽ ഇപ്പൊ താൽക്കാലിക കുളങ്ങളൊക്കെ എല്ലാ ജലാശയങ്ങളിലും ഇത് നല്ലതാണ്.
അപ്പോൾ താങ്കളെപ്പോലൊരു സംയോജിത കർഷകൻ്റെ കൃഷിയിടത്തിലെ വിജയം എന്ന് പറയുന്നത് ഈ തെങ്ങിലും കവുങ്ങിലും കൂടി അത് ദൃശ്യമാണ്. അപ്പോൾ എന്തുമാത്രം തെങ്ങുണ്ട്, എല്ലാ തെങ്ങിലും നല്ല ആദായമായിട്ടാണ് കാണുന്നത്. എത്രമാത്രം തെങ്ങുകളാണ് 30 തെങ്ങിൽ താഴെ ഉണ്ട് ഇപ്പം ഉള്ളത്. നല്ല തെങ്ങുകൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. നിർത്തിയിട്ടുള്ളത് അതാണ് അതിൻ്റെ ഉള്ള തെങ്ങിലെല്ലാം നല്ല തേങ്ങയാണ്. എത്ര ഒരു വർഷം എത്ര തേങ്ങ കിട്ടും? ഒരു 2000 തെങ്ങോളം കിട്ടും ഒരു വർഷം. കിട്ടുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോഴ് തെങ്ങ് കൃഷിക്ക് തേങ്ങയ്ക്ക് ഒരു വിലയൊക്കെ ഉള്ളതുകൊണ്ട് ചിരി ഒരു തേങ്ങയ്ക്ക് എത്ര രൂപ കിട്ടും? 15 രൂപയൊക്കെ വിലയുണ്ട് ഒരു തേങ്ങയ്ക്ക്. ഒരു തേങ്ങ മുൻപ് 4 രൂപയായിരുന്നു. അതെ അതെ അതെ. അപ്പം അത് തെങ്ങ് ഇപ്പം നമ്മുടെ ഈ കൃഷി തുടർന്നതിന് ശേഷം നല്ല വിളവിലൊക്കെ നല്ല വർധനമുണ്ട്. അപ്പം തീർച്ചയായിട്ടും തെങ്ങ് കൃഷിക്കാർ ഇനി വളം ചെയ്ത് സംരക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ കണ്ടത് നമ്മുടെ പ്രദേശത്ത് പൊതുവെ ഇപ്പൊ കുറഞ്ഞു വരുന്നതാണ് ഈ കവുങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കവുങ്ങും എന്തുമാത്രം കവുങ്ങുണ്ട് ഈ 72 സെന്റ് സ്ഥലത്ത്? ഒരു 70ഓളം കവുങ്ങ് നിപ്പുണ്ട്. അത് കുറെ പുതിയ ഇനം കവുങ്ങുകളെല്ലാം ഞാൻ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നതാണ്. കാസർഗോഡ് ഇനമാണ്. അതിന്റെ ആദായമൊക്കെ നമ്മൾ ഓരോ വർഷവും കണക്കാക്കാറുണ്ടായിരുന്നു. എടുക്കുന്നുണ്ട്. വിൽക്കാനൊക്കെ പ്രയാസങ്ങളൊന്നും ഇല്ല. രാജേന്ദ്രബാബുവിൻ്റെ കൃഷിയിടമൊക്കെ ഞങ്ങൾ കണ്ടു. നല്ല ഒന്നാം തരം ഒരു സമ്മിശ്ര കൃഷിത്തോട്ടം. കൈരളി ടിവിയുടെ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന കുടുംബാംഗങ്ങളെ ഒന്നും പരിചയപ്പെട്ടില്ലെങ്കിൽ അതൊരു വീഴ്ചയെ ഒന്നും പരിചയപ്പെടുത്താം. ഇത് മോളാണ്. മോളെന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 9ാം ക്ലാസ്. എവിടെ പഠിക്കാൻ മോളെ? ഞാൻ കേന്ദ്ര വിദ്യാലയം. എന്താ പേരെന്താ? എൻ്റെ ദേവി. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഇന്ന് ഒഴിവല്ലേ? ഇന്ന് ബിലാഡിഷൻ. ഇത് സഹോദരിയാണ്. എൻ്റെ പേര് ഉഷ. ഇല്ലേ? ഇത് ഞങ്ങളുടെ ഒരു സഹായിയാണ്. 3 വർഷമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട്. അത് ശരി. ഈ ഇതിൽ എല്ലാ കാര്യങ്ങളിലും ഒരു വിധത്തിൽ ഈ ക്യാമറയുടെ മുമ്പിൽ വരാതെ ഒളിച്ചു നടക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു. അല്ല, എന്നാൽ എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നതിൽ സഹായം ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങൾ എഴുതിയറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം.